നടി ആക്രമിക്കപ്പെട്ട കേസിൽ വ്യക്തമായ നിലപാടെടുക്കാത്ത അമ്മയ്ക്കെതിരെ ഒളിയമ്പുമായി സിനിമയിലെ വനിതാ സംഘടന വിമൻ ഇൻ കളക്റ്റീവ്. ആമയും മുയലും തമ്മിൽ നടത്തിയ മത്സരത്തിൽ തങ്ങൾ ആമയ്ക്കൊപ്പമെന്ന് WCC പറയുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു സംഘടനയുടെ പ്രതികരണം. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ഏതു വിധത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കലാണ് ഈ അവസരത്തിൽ WCC കൈക്കൊള്ളുന്നത്? സുരാജ്, ഇന്നലെ അമ്മ യോഗത്തിൽ എക്സിക്യൂട്ടീവ് യോഗത്തിലും ജനറൽ ബോഡിയിലും ചർച്ച ചെയ്യാൻ വേണ്ടി വിമൻസ് ഇൻ കളക്റ്റീവ് എന്ന വനിതകളുടെ സംഘടന ഒരു കത്ത് നൽകിയിരുന്നു. ഈ കത്ത് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ചർച്ച വേണം എന്നാവശ്യപ്പെടുന്ന ഒരു കത്താണ് നൽകിയത്. പക്ഷേ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലോ എക്സിക്യൂട്ടീവിലോ ഈ വിഷയം ചർച്ച ചെയ്തില്ല. ഇതിനെതിരെ അമ്മയ്ക്ക് എന്ന സംഘടനയ്ക്കെതിരെ അമ്മയുടെ പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന നിലപാടിന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വിമൻ ഇൻ കളക്റ്റീവ് എന്ന ഈ സംഘടന ഇപ്പോൾ പോസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്ന കാര്യം, ആമയും മൊയിലും തമ്മിലുള്ള ഓട്ടമത്സരത്തിൽ തങ്ങളിപ്പോൾ ആമയ്ക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. പുരുഷാധിപത്യം എന്ന് പറയുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ 100 വർഷത്തിലധികം കാത്തിരിക്കണമോ എന്നും ഞങ്ങൾ ചോദിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളിൽ വിശ്വാസമുള്ള അമ്മയും WCCയും ഇക്കാര്യത്തിൽ അവരവരുടേതായ ഔചിത്യം പാലിച്ചു എന്ന് ആണ് ഞങ്ങൾ കരുതുന്നത്. അമ്മ യോഗ ഭൂരിപക്ഷം പേരും പ്രസ്തുത സംഭവത്തെ അപലപിച്ചിരുന്നു. അതിക്രമത്തെ അതിജീവിച്ച തങ്ങളുടെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്ന സമീപനം ഈ വിഷയം ഔദ്യോഗികമായും അനൗദ്യോഗികമായും സംസാരിച്ചവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഈ ഒരു വിഷയം വന്നപ്പോഴേക്കും കണ്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിക്രമത്തിനിരയായ വ്യക്തിക്ക് വേണ്ട നിയമസഹായങ്ങൾ നൽകുന്നതിനും ഇരയെ വീണ്ടും ഇരയാക്കി കൊണ്ടുള്ള കടന്നാക്രമണങ്ങളെ ചെറുക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മൂർത്ത രൂപം നൽകുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്നാണ് ഈ സംഘടന പറയുന്നത്. നടിയെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ട നിയമപരിരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇനി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം ഇതിനകത്ത് ഉള്ള മറ്റൊരു കാര്യം, ഈ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട ആണധികാരത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ഘടനകളെ പൊളിച്ചു മാറ്റി പുതിയ ഭാവുകത്വത്തിലേക്ക് അവയെ നടത്തിക്കാൻ അടുത്ത 100 വർഷം മതിയാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ അലർച്ചകളും ആർപ്പുവിളികളും ഇല്ലാതെ നിശബ്ദമായി പണിയെടുത്തും ചിലപ്പോൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നിന്നും ചില ഘട്ടങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ മാറ്റത്തിന് ഞങ്ങൾ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകും. അതിനുവേണ്ടിയുള്ള ചിന്തകളായിരിക്കും ഞങ്ങൾ രൂപപ്പെടുത്തുക എന്നാണ് ഫേസ്ബുക്ക് ഈ പോസ്റ്റിനകത്ത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പ്രവർത്തകർ പറയുന്നത്. ഈ പേജിൽ നൽകിയിരിക്കുന്ന പോസ്റ്റിൽ ചിലയിടത്ത് അമ്മ തങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തുടർന്നുള്ള വരികൾ സൂചിപ്പിക്കുന്നത് അമ്മ നൽകുന്ന പിന്തുണയിൽ വിശ്വാസമില്ല എന്ന ഒരു സൂചനയാണോ തുടർന്നുള്ള വരികളിലൂടെ ഈ ആണധികാരത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ WCC വ്യക്തമാക്കുന്നത്? തീർച്ചയായും സുരാജ്, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്ന ആദ്യ ഒരു 6-7 ലൈനുകളിൽ അമ്മ നടത്തിയിട്ടുള്ള കാര്യങ്ങളും അമ്മ ഇക്കാര്യത്തിനോട് ഏതുതരം സമീപനം സ്വീകരിച്ചു എന്നുള്ളത് പറയുന്നുവെങ്കിലും വിഷയം ചർച്ച ചെയ്യും എന്നുള്ള തരത്തിലേക്ക് ഉള്ള ഒരു ഉറപ്പ് നൽകിയ ശേഷം അത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാകാത്തതിൻ്റെ പരിഭവം ഇതിനകത്ത് കാണുന്നുണ്ട്. എങ്കിൽ പോലും അമ്മയെ തള്ളിപ്പറയാതെ ഒളിയം പെയ്തുകൊണ്ടാണ് അടുത്ത വരികൾ തുടങ്ങുന്നത്. അതാണ് ഞാൻ നേരത്തെ വായിച്ചത്. പുരുഷ ആധിപത്യം എന്ന് പറയുന്നത് അവരുടെ അധികാരം ഇനി 100 വർഷമെങ്കിലും മതിയാകുമോ, അവയിൽ അതിനെ പൊളിച്ചു മാറ്റി പുതിയ ഭാവുകത്വത്തിലേക്ക് അവയെ നടത്തിക്കാൻ അടുത്ത 100 വർഷം കാത്തിരിക്കേണ്ടി വരുമോ എന്ന് പറയുന്നതും, അതോടൊപ്പം തന്നെ ആമയും മുയലും തമ്മിൽ നടത്തിയ മത്സരത്തിൽ ഞങ്ങൾ ആമയുടെ ഒപ്പമാണ് എന്ന് സംഘടന ഒറ്റയ്ക്ക് തന്നെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ, അമ്മ അതിനോടൊപ്പം നിൽക്കാത്തത് വളരെ വൈഷമ്യത്തോടുകൂടി ചൂണ്ടിക്കാട്ടുന്ന വരികളാണ് ഇത്തരത്തിൽ പറയുന്നത്. കലയും രാഷ്ട്രീയവും രണ്ടല്ല എന്ന് വിശ്വസിക്കുന്ന സുമനസ്സുകൾ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ ഇതിലെ കളക്റ്റീവ് മെമ്പേഴ്സ് എല്ലാവരും ഈ അസോസിയേഷൻ അല്ലെങ്കിൽ ഈ വനിതാ കൂട്ടായ്മ നടത്തിയിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്നത്. ശരി, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.